Hi friends, welcome to my channel Disha Malayali YouTube. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെയർ കട്ട് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കട്ടാണ്. അപ്പോൾ യു കട്ടാണ് ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. കടകളിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹെയർ പോകത്തതുമില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ഹെയർ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ചീകി ചിടക്കെല്ലാം മാറ്റുക. അതിനുശേഷം ഇതിനെ നമ്മുടെ നെറ്റിയുടെ നടുഭാഗത്തായിട്ട് ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ പിടിച്ചിട്ടൊന്ന് കെട്ടിവെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ബ്രിസി ഹെയർ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ നല്ല വേവിയായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചീകുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ കൺട്രോളിൽ വരും, എല്ലാം ഒരേ ലെവലിൽ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതേമാതിരി ചീകി ഒരുമിച്ച് നമ്മുടെ ആ നെറ്റിയുടെ നടുഭാഗം വെച്ചിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ഹെയർ കട്ട് ഏതാണ്. അപ്പം ഞാൻ കടയിൽ പോയി വെട്ടിയത് ലാസ്റ്റ് എന്ന് വെച്ചാൽ ഫുൾ ഫെദർ കട്ടാണ്. അപ്പോൾ ഞാൻ ലെയർ കട്ടും ചെയ്തിട്ടുണ്ട്, ഫുൾ ഫെദർ കട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതിലേതായാലും മുടി നന്നായിട്ട് താഴേക്ക് വരുന്തോറും അവർ നന്നായിട്ട് ലെയർ ചെയ്ത് കട്ട് ചെയ്യുന്നത് കാരണം താഴേക്ക് വരുന്തോറും മുടിയുടെ തിക്നെസ് വളരെ കുറഞ്ഞു വരും. അപ്പം മുകളിൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാവും, താഴെ തിക്നെസ് കുറവായിരിക്കും. അപ്പം ആദ്യം കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് വലിയ വൃത്തിയോടൊന്നും തോന്നില്ല, നല്ലതായിരിക്കും. പക്ഷെ മുടി ഇങ്ങനെ കുറേ വളർന്ന് വരുമ്പോഴത്തേക്കും താഴെ ഇങ്ങനെ കോഴിവാല് പോലെ കിടക്കും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുടി കുറേ നന്നായിട്ട് വളർത്തിയതിന് ശേഷം തനിയെ വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വെട്ടുന്നതിൻ്റെ ഉള്ളൊരു ബെനഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുടി അധികം പോവില്ല. നമുക്ക് നല്ല നീളമുള്ള മുടി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കുറേ നീളത്തിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല നീളമുള്ള മുടിയാണെങ്കിൽ നിങ്ങൾ നടുക്ക് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് ഇവിടെ ഇടുക. അപ്പം ഞാനിപ്പോൾ ഒന്നുകൂടെ ഇടുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ എത്ര മുടിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ഏറ്റവും തിക്നെസ് കുറവുള്ള അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ടിപ്പ് ഭാഗത്ത് വെച്ചിട്ട് ഒരു ബാൻഡ് കൂടെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഇതേമാതിരി കണ്ടില്ല. അപ്പോൾ ഇതൊരു വളരെ വണ്ണം ഭയങ്കര കുറവാണ്. അപ്പോൾ അത്രയും മുടി ഞാനങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കട്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് ഈ ബാൻഡ് ഇടാം. അപ്പം ഞാൻ ഇത്രയാണിത് കട്ട് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിൾ അല്ലേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നത് 3 മാസം കൂടുന്തോറുമാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മുടി നന്നായിട്ട് നീട്ടി വളർത്താനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഹെയറേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി നന്നായിട്ട് നീളത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ട്രിക്ക് അനുസരിച്ച് കട്ട് ചെയ്യുന്നതിലുണ്ട് കാര്യം. നമ്മൾ ഒരുപാട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് വളരാനായിട്ട് കുറേ നാളെടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ച് ഹെയർ അപ്പം എന്തായാലും 3 മാസം കൂടുന്തോറും ഹെയറിൻ്റെ ടിപ്പ് അത് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരും. അപ്പോൾ അത് കാരണം ഇതേമാതിരി നിങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കിത് ബാക്കിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഒരു യു പോലെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പം നിങ്ങൾ ഏത് സൈഡിൽ നിന്നാണോ സാധാരണ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന് എടുക്കുക. ഞാനിപ്പോൾ സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിൽ നിന്ന് 2 മുടിയും ഒരേ ഈക്വൽ പാർട്ടായിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ വിടർത്തിയിടുക. നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തുള്ള ഹെയർ കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വിടർത്തിയിടുക. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 കൈയുടെയും
രണ്ടല്ല വിരലുകൾ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിനെ ലെവൽ ചെയ്ത് പിടിക്കുക. താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ ആ ഒരു അറ്റം ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തിനുള്ള ആ ഒരു ഭാഗം നമ്മളൊരു പിരമിഡ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക. ഒന്ന് ജസ്റ്റ് അതിനെ ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടെ ആ യു ഒന്നുകൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേമാതിരി പിടിച്ചിട്ട് ആ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിരമിഡ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേമാതിരി ഇപ്പം എൻ്റെ ആ ഒരു കണ്ടോ, ആ ടിപ്പ് ഇങ്ങനെ ജസ്റ്റ് വളഞ്ഞിരിക്കുവാണ്. അത് കാരണമാണ് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ പിരമിഡ് ആകൃതിയിൽ ആ രണ്ട് സൈഡും ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് യു ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ആ അറ്റം നന്നായിട്ടൊരു ഷാലോ യു ആയിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.